നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വമ്പന്മാരായ ആഴ്സണലിന് പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബയേൺ അവരെ പരാജയപ്പെടുത്തിയത്. ബയേണിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ സൂപ്പർ താരം ജോഷുവ കിമ്മിച്ച് നേടിയ ഏക ഗോളിലാണ് ബയേൺ വിജയിച്ച് കയറിയിട്ടുള്ളത്. ആഴ്സണലിന്റെ മൈതാനത്ത് വെച്ച് നടന്ന ആദ്യപാദ മത്സരം 2-2 എന്ന നിലയിൽ സമനിലയിൽ കലാശിച്ചിരുന്നു. ഇരുപാദങ്ങളിലുമായി 2-3 ഗോളുകൾക്കാണ് ബയേൺ വിജയിച്ചത്. അങ്ങനെയാണ് അവർ ഇപ്പോൾ സെമി ഫൈനൽ പ്രവേശനം സാധ്യമാക്കിയിട്ടുള്ളത്. ഈ തോൽവി ആഴ്സണൽ ആരാധകർക്ക് വല്ലാത്ത നിരാശയാണ് നൽകിയിട്ടുള്ളത്. കാരണം അവരിപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായി കഴിഞ്ഞു. മാത്രമല്ല, ഈ ഒരു ആഴ്ചയിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ വീക്കെൻഡിലായിരുന്നു അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയോട് 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടത്. ആ തോൽവി അവർക്ക് വലിയ തിരിച്ചടി ഏൽപ്പിച്ചിരുന്നു. കാരണം ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന അവർ പിന്നീട് പിറകിലേക്ക് മാറി 2 പോയിന്റിന്റെ ലീഡ് മാഞ്ചസ്റ്റർ സിറ്റി എടുക്കുകയും ചെയ്തു. ഒരു ആഴ്സണൽ ആരാധകൻ ഇതിനെ വിശേഷിപ്പിച്ചത് ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ സീസൺ മുഴുവനും പോയി കിട്ടി, അല്ലെങ്കിൽ ആഴ്സണൽ കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ്. ഇത് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് ഒരു ആഴ്സണൽ ആരാധകൻ ഇപ്പോൾ എക്സിൽ കുറിച്ചിട്ടുള്ളത്. അതേസമയം മറ്റൊരു ആഴ്സണൽ ആരാധകൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വേണ്ടത്ര ഗോൾ ശ്രമങ്ങൾ ഇന്ന് ഉണ്ടായില്ല. നമുക്കൊരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കറെ ആവശ്യമാണ്. നമ്മളിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായിരിക്കുന്നു. പ്രീമിയർ ലീഗും നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ടീമിൽ ഒരുപാട് നാണക്കേട് തോന്നുന്നു. മറ്റൊരു ട്രോഫിലെസ് സീസൺ അഥവാ കിരീടങ്ങളൊന്നുമില്ലാത്ത സീസണാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. ഇതാണ് ഒരു ആഴ്സണൽ ആരാധകൻ എഴുതിയിരിക്കുന്നത്. ഇനി പ്രീമിയർ ലീഗിൽ 6 മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ 6 മത്സരങ്ങളും മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കിരീടം സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ്. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം സീസണിൽ ഭൂരിഭാഗം സമയത്തും മികച്ച രൂപത്തിൽ കളിക്കും. എന്നിട്ട് അവസാനത്തിൽ സമനിലകളോ തോൽവികളോ ഒക്കെ വഴങ്ങിക്കൊണ്ട് ആ കിരീടം മറ്റുള്ള ടീമുകൾക്ക് കൈമാറും. അങ്ങനെ ഒരു ബോട്ടിലിംഗ് ആണ് പലപ്പോഴും അവർ നടത്താറുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സീസണിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.